പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ തന്നെ എഴുന്നേറ്റു കേട്ടോ. 5 മണിയായപ്പോൾ എഴുന്നേറ്റു. ഇക്കാടെ അടുത്ത് ഒരാൾ പോകുന്നുണ്ട്, അപ്പോൾ ഇക്കാക്ക് സാധനം കൊടുത്തു വിടാനാണ്. പിന്നെ മക്കളെയും സ്കൂളിലൊക്കെ വിടണം. അതിനുള്ള കാര്യങ്ങളൊക്കെയായി നടക്കുന്നത്. ബീഫ് വരട്ടുന്നതാണ് ഇക്കാക്ക് കൊടുത്തു വിടുന്നത്. ഇതെല്ലാം കൂടി ഞാനിട്ട് എൻ്റെ സ്റ്റൈലിൽ ഞാൻ വയ്ക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്. എല്ലാവർക്കും വേറെ വേറെ പ്രത്യേക സ്റ്റൈലുകൾ കാണും. എന്നാലും വരട്ടിയെടുക്കുന്നതായതുകൊണ്ട് ഇങ്ങനെയാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. എല്ലാ മസാലക്കൂട്ടും ഇട്ട് സവാള, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, തക്കാളി എല്ലാം ഇട്ട് ഉപ്പും ഒക്കെ ഇട്ട് പുരട്ടിയെടുക്കണം. എൻ്റെ സ്റ്റൈൽ ഇതാണ്. വരട്ടിയെടുക്കുന്ന ബീഫ് ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ്. പിന്നെ അതങ്ങോട്ട് ഫിസിൽ കേട്ട് ഒരു 3-4 ഫിസിൽ കേട്ടാൽ അത് വെന്ത് കിട്ടും കേട്ടാൽ ഒക്കെ കഴിഞ്ഞ് അത് പിന്നെ വരട്ടിയെടുക്കുന്നതാണ് ഏറ്റവും വലിയ മെയിൻ കാര്യം. അതിൻ്റെ ഇടയിൽ ചിക്കൻ ഉണ്ടായിരുന്നു. എൻ്റെ ഒരു മോൻ ബീഫ് കഴിക്കില്ല, അവനിക്ക് വേണ്ടി ചിക്കനൊക്കെ ആക്കണമായിരുന്നു. ചിക്കൻ കറി, അങ്ങനെ ചിക്കൻ കറിയൊക്കെ ആക്കാനുള്ള തിരക്കടുത്തതാണ്. അപ്പോഴത്തേക്കും അരി വെന്തായിരുന്നു, ചോറ് വെന്തായിരുന്നു. പിന്നെ ഞാൻ പുറത്ത് വന്ന് ലൈറ്റൊക്കെ ഓഫ് ചെയ്തു. അത് കഴിഞ്ഞു ഫിസിലൊക്കെ കഴിഞ്ഞു വരട്ടാനുള്ള പുറപ്പാടാണ് കേട്ടോ. കുറേ സമയം വേണം ഒന്ന് വരട്ടിയെടുക്കാൻ. അതിൻ്റെ ഇടയിൽ ചിക്കൻ കറിയൊക്കെ റെഡിയാവുന്നു. ബീഫ് വരട്ടിയെടുക്കുന്നതുകൊണ്ട് ബീഫൊക്കെ വരട്ടിയെടുത്ത് പാൻ്റെ അടിയിലൊക്കെ വെച്ചു. അതിനുശേഷം മോനെ പള്ളിയിൽ അവനെ കൊണ്ടാക്കിയിട്ട് വന്നതിന് ശേഷമാണ് പാക്കിംഗ് ഒക്കെ തുടങ്ങുന്നത്. ആൾ രാവിലെയാണ് പോകുന്നത്. അപ്പോൾ പിന്നെ ഇത് പാക്ക് ചെയ്തിട്ടൊക്കെ അത് കഴിഞ്ഞിട്ട് മക്കളെ ലഞ്ച് ബോക്സൊക്കെ ഒന്ന് റെഡിയാക്കണമായിരുന്നു. പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. മക്കളെ ലഞ്ച് ബോക്സൊക്കെ റെഡിയാക്കുകയാണ്. ഇന്നത്തെ ലഞ്ചെന്ന് വെച്ചാൽ ചിക്കനും ബീഫും ഒക്കെ തന്നെയാണ്. ലഞ്ച് ബോക്സൊക്കെ റെഡിയാക്കി വെച്ച് മക്കളെയും ബസ് കയറ്റി വിട്ടിട്ട് വേണം എനിക്ക് സാധനം കൊടുക്കാൻ വർക്കലയിലോട്ട് പോവാൻ. എന്നിട്ട് ലഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ തകൃതിയായിട്ട് കിടക്കുകയാണ്. ഇതെല്ലാം പാക്ക് ചെയ്ത് അവർ ബാഗിലൊക്കെ വെച്ച് കൊടുക്കണം. അത് കഴിഞ്ഞ് ഇനി മോന് മദ്രസ കഴിയുമ്പോൾ മദ്രസയിൽ ചെന്ന് എടുക്കണം. അപ്പോഴത്തേക്കും മോൻ്റെ കോള് വരും. അപ്പോൾ ലഞ്ച് ബോക്സൊക്കെ റെഡിയാക്കി. ഇനി വെച്ച് മുളക് പിച്ചണം. വിളഞ്ഞ് നിന്ന മുളക് പിച്ച് കൊണ്ടുപോകാനാണ്. എന്തായാലും മോനാണ്, ഇളയാളാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ വിളഞ്ഞതെല്ലാം പിച്ചിട്ടുണ്ട്. ഇതൊക്കെ മക്കളെ ഒരുക്കി കഴിഞ്ഞിട്ടൊക്കെ ഇതൊക്കെ കൊണ്ട് വർക്കലയിൽ എത്തിക്കണം. പിന്നെ മക്കൾ ബസ് വന്ന് മക്കളെയും കയറ്റി വിട്ട് ഞാൻ വർക്കലയിൽ ചെന്ന് നാത്തൂൻ്റെ വീട്ടിൽ നിന്നാണ് കേട്ടോ ഫുഡ് കഴിച്ചത്, ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അത് കഴിഞ്ഞ് എൻ്റെ പഴയ വീട്ടിൽ പോയി തിരിച്ച് ഉമ്മയുടെ വീട്ടിൽ വന്ന് മീനെടുക്കണമായിരുന്നു. കൊച്ചിനെയൊക്കെ കണ്ടിട്ട് വന്നു. എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.